അടുക്കടി സാങ്കേതികവിദ്യയിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിരിക്കുകയാണ്. ഇതിൽ പല യൂണിവേഴ്സിറ്റികളും ഈ മാറ്റത്തിന് കൈകോർത്ത് കൂടെയുണ്ട്. ഒട്ടനവധി കണ്ടുപിടുത്തങ്ങളാണ് ഇപ്പോൾ നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ പലതും കേട്ട മൂക്കത്ത് വിരൽ വെച്ചു പോകും. ഇങ്ങനെയൊക്കെ നടക്കൂ എന്ന് ഒരു നിമിഷം ചിന്തിക്കും. എന്നാൽ കേട്ടോ, ഒരു വിരൽ, അതും തള്ളവിരൽ. കയ്യിലെ 5 വിരലുകൾക്കൊപ്പം ഒത്തൊരുമയോടെ ഒപ്പം രണ്ടാമത്തെ തള്ളവിരൽ വികസിപ്പിച്ചിരിക്കുകയാണ് കേംബ്രിഡ്ജ് സർവകലാശാല. കൈകൊണ്ട് എന്തെടുത്താലും ആ വിരൽ ഒരു താങ്ങായി നിൽക്കും. ചീട്ട് കളിക്കണോ, പേന കൊണ്ട് എഴുതണോ, ഒരു ഗ്ലാസ് വെള്ളം എടുക്കണോ, എന്തിനു വേണം, എല്ലാത്തിനും ഈ 6ാം വിരൽ തയ്യാറാണ്. ഒബ്ജക്റ്റുകളെ അനായാസം എടുക്കാനും കൈകാര്യം ചെയ്യാനും കാൽവിരൽ കൊണ്ട് നിയന്ത്രിക്കാവുന്ന കൃത്രിമമായ ഒരു അധിക തള്ളുവിരൽ കണ്ടുപിടുത്തം. നിലവിലുള്ള ജൈവിക പരിമിതികൾക്കപ്പുറത്തേക്ക് നമ്മുടെ മോട്ടോർ കഴിവുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി എക്സോസ്കെലിറ്റനുകൾ അല്ലെങ്കിൽ അധിക റോബോട്ടിക് ബോഡി ഭാഗങ്ങൾ പോലെയുള്ള മോട്ടോറൈസ്ഡ് ധരിക്കാവുന്ന ഉപകരണങ്ങൾ ഉപയോഗിച്ച് കൊണ്ടുള്ള ഒരു മോട്ടോർ ഓഗ്മെന്റേഷനാണിത്. ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ അവരുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആരോഗ്യമുള്ള വ്യക്തികളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുകയും വൈകല്യമുള്ള ആളുകൾക്ക് അവരുടെ പരിസ്ഥിതിയുമായി സംസാരിക്കുന്നതിന് പുതിയ വഴികൾ നൽകുവാനും ഈ സാങ്കേതികവിദ്യയ്ക്ക് അവസരം നൽകുന്നു. ഈ ഒരു ബയോളജിക്കൽ തള്ളവിരലിന് വലത് കാൽ വിരലിൽ നിന്നുള്ള മർദ്ദം തള്ളവിരലിനെ കൈക്ക് കുറുകെ വലിക്കുന്നു. ഇടത് കാൽ വിരൽ കൊണ്ട് ചെലുത്തുന്ന മർദ്ദം തള്ളവിരലിനെ മുകളിലേക്ക് വിരലുകളിലേക്ക് വലിക്കുന്നു. അതിനാൽ ചലനത്തിന്റെ വ്യാപ്തി പ്രയോഗിക്കപ്പെടുന്ന മർദ്ദത്തിന് ഇത് ആനുപാതികമാണ്. തുടർന്ന് സമ്മർദ്ദം വിടുന്നത് അതിൻ്റെ യഥാർത്ഥ സ്ഥാനത്തേക്ക് തിരികെ കൊണ്ടുപോകുന്നതായി ഡാനി ക്ലോയ്ഡ് പറയുന്നത്. അതേസമയം സാങ്കേതിക വിദ്യയുമായി ഒരു പുതിയ ബന്ധം രൂപപ്പെടുത്തുക എന്നതാണ് അഗ്മെന്റേഷൻ. കേവലം ഒരു ഉപകരണം എന്നതിലുപരിയായി ശരീരത്തെ തന്നെ വിപുലീകരണമായി മാറാവുന്ന എന്തെങ്കിലും സൃഷ്ടിക്കുക തന്നെയാണ് ഇതിൻ്റെ ഉദ്ദേശം.